ഷെയർ മാർക്കറ്റിൽ നമ്മൾ പലതരം ട്രേഡുകൾ കാണുന്നുണ്ട്. ഇൻട്രാഡേ ട്രേഡിംഗ്, സ്വിംഗ് ട്രേഡ്, ഡെലിവറി ട്രേഡ്, പൊസിഷൻ ട്രേഡ് എന്നൊക്കെ പറഞ്ഞ് പല പേരിട്ട് പല ട്രേഡുകൾ. എന്നാൽ ഇൻകം ടാക്സിൻ്റെ ആംഗിളിൽ ഇതിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുക. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് വാങ്ങിച്ച അന്ന് തന്നെ വിൽക്കപ്പെടുന്ന ഇൻട്രാഡേ ട്രേഡിംഗ്. രണ്ടാമത്തെ വാങ്ങിച്ച് ഒരു ദിവസത്തിന് ശേഷവും ഒരു വർഷത്തിനകവും വിൽക്കപ്പെടുന്ന ഷോർട്ട് ടൈം ട്രേഡുകളും, വാങ്ങിച്ച് ഒരു വർഷത്തിലധികവും പിന്നെ നിങ്ങളുടെ സൗകര്യം പോലെ എന്തെങ്കിലുമൊക്കെ വിറ്റ് കളയുന്ന ലോങ് ടൈം ട്രേഡുകൾ. ഇതിൽ ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ ടാക്സേഷനെ കുറിച്ച് നമ്മൾ മുൻപൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഷോർട്ട് ടൈം ട്രേഡുകളുടെയും ലോങ് ടൈം ട്രേഡുകളുടെയും കേസാണ്. ഇതിൽ ഷോർട്ട് ടൈം ട്രേഡിൻ്റെ ടാക്സേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിച്ച വിലയും കുറച്ച് അതിനോട് അനുബന്ധപ്പെട്ട എക്സ്പെൻസുകളും കുറച്ചാൽ നിങ്ങൾക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഈ എക്സ്പെൻസുകൾ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു എക്സെപ്ഷൻ പറയുന്നത് STT പെയ്ഡ് നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ബാക്കി ബ്രോക്കറേജ്, കമ്മീഷൻ, DP ചാർജ് ഇതെല്ലാം ട്രേഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം കുറച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഗെയിൻ്റെ ഫ്ലാറ്റ് 15% ടാക്സ് ആയിട്ട് റെമിറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് പ്രൊവിഷൻ ഡിഫൈൻ ചെയ്തേക്കാണ്. ഇതേപോലെ തന്നെ ലോങ് ടൈം ട്രേഡുകളുടെ കേസിലായാലും വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ച് അതിനോട് അനുബന്ധപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസ് എക്സെപ്റ്റ് STT പെയ്ഡ് എല്ലാ എക്സ്പെൻസും കുറച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഗെയിൻ്റെ 1 lakh വരെ എക്സെംഷനും പിന്നെ റിമൈനിങ് ഗെയിൻ എത്രയാണോ അതിൻ്റെ ഫ്ലാറ്റ് 10% എന്നുള്ള ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സേഷൻ വരുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു, 12 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ 2 ലക്ഷമാണ് നിങ്ങളുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിചാരിക്കുക. ആ 2 ലക്ഷം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ 1 ലക്ഷം നിങ്ങൾക്ക് എക്സെംഷനായിട്ട് കിട്ടും. ബാക്കിയുള്ള 1 ലക്ഷത്തിൻ്റെ 10% ആയ 10,000 ആണ് നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരിക. ഇനി ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞാലും ഇതിലൊരു ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അത് 2018 മുൻപ് വാങ്ങിച്ച സ്റ്റോക്ക് ആണെങ്കിൽ നിങ്ങൾ ബൈ വാല്യൂ എടുക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം മെൻഷൻ ചെയ്യാം. കാരണം അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലോസ് ആണ്. അതിനെ ഗ്രാൻഡ് ഫാദറിങ് ക്ലോസ് അല്ലെങ്കിൽ അപ്പൂപ്പൻ ക്ലോസ് എന്നൊക്കെയും പറയും. അപ്പോൾ ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറഞ്ഞ് നിങ്ങളിവിടെ നെൽപ്പിച്ച് വിടുന്നില്ല. അത് ടുവേർഡ്സ് എൻഡ് ഓഫ് ദിസ് വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഗെയിൻ്റെ ടാക്സേഷൻ പറയുന്നത്. ഇനി നമുക്ക് ലോസ് എങ്ങനെയാണ് ഇതിൽ ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ലോസ് ക്യാരി ഫോർവേഡ് ആണെങ്കിൽ ടാക്സ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഷോർട്ട് ടൈം ട്രേഡുകളുടെയും ലോങ് ടൈം ട്രേഡുകളുടെയും ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നിങ്ങൾ വിത്തിൻ ഡ്യൂ ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളൊരു ചെറിയ ഉത്തരവാദിത്വം മാത്രം നിങ്ങളെ പരമേൽപ്പിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 8 വർഷം വരെ ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയും പറഞ്ഞു. ഇനി ഇതിൻ്റെ സെറ്റ് ഓഫ് പ്രൊവിഷൻ എങ്ങനെയാണെന്നും കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണ് സംഭവിച്ചെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് സംഭവിക്കുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടോ ആണ് നമുക്കിത് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുക. അതായത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്കൊരു വലിയൊരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ ആ ഗെയിനിൽ നിന്ന് നിങ്ങൾക്ക് ഈ ലോസ് കുറച്ച് കാണിച്ച് ബാക്കിയുള്ള എമൗണ്ടിൻ്റെ ഫ്ലാറ്റ് 15% ടാക്സ് അടച്ചാൽ മതിയാവും. ലോങ് ടൈം ക്യാപിറ്റൽ ലോസിൻ്റെ കേസിൽ പ്രൊവിഷൻ പറയുന്നത് ഇത്തിരി കൂടി സ്ട്രിക്റ്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആയിട്ട് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഷെയർസ് വിറ്റ് നിങ്ങൾക്ക് ലോസാണ് സംഭവിക്കുന്നതെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഈ ലാൻഡ് ബിൽഡിംഗ് ഒക്കെ വിൽക്കുന്നതും ഈ സെയിം സെക്ഷനിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗെയിൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ലോസിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അവിടെയായും സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ സെറ്റ് ഓഫ് പ്രൊവിഷൻ പറയുന്നത്. പിന്നെ ഇൻ്റർ ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ക്യാപിറ്റൽ ലോസിൽ നടക്കില്ല. അതായത് നിങ്ങൾക്ക് സാലറി ഉണ്ട്, റെൻ്റൽ ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട്, ബിസിനസ് ഇൻകം ഉണ്ട്. ഇതൊന്നുമായിട്ട് നമുക്ക് ഈ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് 10% എന്ന് പറയുന്നതും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് 15% എന്ന് പറയുന്നത് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റ് ആണ്. കാരണം ഇൻകം ടാക്സിൽ 30% വരെയുള്ള സ്ലാബുകളുണ്ട്. അപ്പോൾ ഈ 30%-ഒക്കെയും ചിലപ്പോൾ മിക്കവാറും കുറേ പേർക്കൊക്കെയും അടയ്ക്കേണ്ട കേസ് വരുമ്പോൾ ഈ ഫ്ലാറ്റ് 15% ടാക്സ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലാറ്റ് 10% ടാക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് മറ്റൊരു ബെനിഫിറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് കളയുന്നുണ്ട്.
അതായത് നിങ്ങൾ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി ചില LIC പ്രീമിയം അടയ്ക്കുന്ന പരിപാടി, മെഡിക്കൽ ഇൻഷുറൻസ് അടയ്ക്കുന്ന പരിപാടി, എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എടുത്തതിൻ്റെ റിസിപ്റ്റ് കാണിച്ച് അതിന് ഡിഡക്ഷൻ എടുക്കുന്ന പരിപാടി, ഡൊണേഷൻ അടച്ച് ഡിഡക്ഷൻ എടുക്കുന്ന പരിപാടി എന്നിങ്ങനെ ചാപ്റ്റർ 6A പറയുന്ന അല്ലെങ്കിൽ 80C, 80D, 80U എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഡിഡക്ഷൻസ് ഒന്നും ഇതിൽ അലൗഡ് അല്ല എന്നുള്ളതാണ്. ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഷെയർ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്പനികളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടും ഡിവിഡൻഡ് രൂപേണ. ഈ ഡിവിഡൻഡിൻ്റെ ടാക്സേഷൻ എങ്ങനെയാണെന്ന് കൂടിയും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. ആർക്കും വേണ്ടാത്ത ഹെഡായ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന 5ാമത്തെ ഏറ്റവും അവസാനത്തെ ഹെഡിലേക്കാണ് ഇതിൻ്റെ ടാക്സേഷൻ രീതികളിലേക്കും പോകുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ലാബ് ആയിരുന്നു, ആ സ്ലാബിനനുസരിച്ചുള്ള റേറ്റ് ആണ് ഡിവിഡൻഡിന് ടാക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഫ്ലാറ്റ് റേറ്റ് ഒന്നും അല്ല. പിന്നെ ഡിവിഡൻഡ് ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് 5,000 അബോവ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് 10% TDSും കൂടി കട്ട് ചെയ്യുമെന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രം. ഇനി പറയാനുള്ളത് 3 സ്പെഷ്യൽ മെൻഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും നേരം കിടന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നതെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർസിൻ്റെ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി ആരോരും അറിയാണ്ട് ഇങ്ങനെ പ്രൈവറ്റ് പാർട്ടീസിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന അൺലിസ്റ്റഡ് ഷെയർസ് ഉണ്ട്.